നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. ജമ്മു കശ്മീർ നിയമസഭയിലെ 24 സീറ്റുകൾ പാക് അധീന കശ്മീരിൽ നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് സംവരണം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലിന്മേലും ജമ്മുകശ്മീർ സംവരണ ഭേദഗതി ബില്ലിന്മേലുമുള്ള ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുമ്പോഴാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇരു ബില്ലുകളും ലോക്സഭ പാസാക്കി. നെഹ്റുവിനെ കുറിച്ചുള്ള അമിത്ഷായുടെ വിവാദ പരാമർശത്തെ തുടർന്ന് ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. ജമ്മു കശ്മീരിലെ പിന്നാക്ക വിഭാഗങ്ങളെ ദുർബലരും താഴെക്കിടയിലുള്ളവരും എന്ന പട്ടികയിൽ നിന്നും OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് സംവരണ ഭേദഗതി ബില്ല്. ജമ്മു കശ്മീർ നിയമസഭയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതാണ് പുനഃസംഘടനാ ബില്ല്. ബില്ലിലെ ചർച്ചകൾക്കിടെ കോൺഗ്രസ് സഭാകക്ഷി നേതാവ് അദിർ രഞ്ജൻ ചൌധരി ജമ്മു കശ്മീരിലെ ജവഹർലാൽ നെഹ്റുവിന്റെ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ആരാഞ്ഞു. വെല്ലുവിളി ഏറ്റെടുത്ത ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പ്രസംഗത്തിനിടെ നെഹ്റുവിന്റെ ചരിത്രപരമായ മണ്ടത്തരങ്ങളാണ് പാക് അധീന കശ്മീർ ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു. नेहरू के समय में जो ब्लंडर हुआ था, इसके कारण कश्मीर को भुगतना पड़ा कि दो बड़ी गलतियां जो पंडित जवाहरलाल नेहरू के प्रधानमंत्री काल में हुई, उनके लिए गए निर्णयों से हुई. इसके कारण सालों तक कश्मीर ने सहन करना पड़ा. एक सबसे बड़ी गलती जब हमारी सेना जीत रही थी. അമിത്ഷായുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രതിപക്ഷ ബഹളത്തിൽ മറുപടി പ്രസംഗം തടസ്സപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭ ബഹിഷ്കരിച്ചു. ശബ്ദവോട്ടോടെ 2 ബില്ലുകളും ലോക്സഭ പാസാക്കി. പാക് അധീന കശ്മീരിനായി 24 സീറ്റുകൾ മാറ്റിവെക്കുമെന്നും കശ്മീരി അഭയാർത്ഥികളിൽ നിന്നും പാക് അധീന കശ്മീരിൽ നിന്നും കുടിയിറക്കപ്പെട്ടവരിൽ നിന്നുമായി 3 പേരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നാമനിർദ്ദേശം ചെയ്യുമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം വിവാദ ഗോമൂത്ര പരാമർശം അശ്രദ്ധയെ തുടർന്ന് ഉണ്ടായതാണെന്നും പരാമർശം പിൻവലിക്കുന്നതായും DMK MP സെന്തിൽകുമാർ അറിയിച്ചു. പരാമർശത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു. 24 ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, നെഹ്റുവിനെ പറ്റിയുള്ള പരാമർശത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? കൂടാതെ പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട ഈ സീറ്റ് സംവരണം, അതിന്റെ നിയമസാധുത എത്രത്തോളം? വേണു, ഇതിൽ ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച 2 ബില്ലുകളിലുള്ള ചർച്ച ഇന്നും തുടരുന്നു. ഈ ആഭ്യന്തരമന്ത്രി മറുപടി പറയുന്നതിന് മുമ്പ് അവസാനമായി സംസാരിക്കുന്നത് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും മുതിർന്ന അംഗം ആകും എന്നുള്ളത് ഒരു സാധാരണ പാലിച്ചു വരുന്ന ഒരു കീഴ്വഴക്കം എന്നുള്ളത്. കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അദിർ രഞ്ജൻ ചൌധരി സംസാരിക്കുന്നതിനിടയിൽ ജമ്മു കശ്മീരിൽ നെഹ്റുവിന്റെ നയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അത് ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. തുടർന്ന് മറുപടി പ്രസംഗത്തിനിടെ പലതവണ നെഹ്റുവിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി തന്റെ പ്രസംഗം തുടർന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം പ്രതിഷേധം ഉണ്ടായി. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളും ശബ്ദത്തോടെയുമുള്ള പ്രതിഷേധങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ നെഹ്റുവിന്റെ ചരിത്രപരമായ മണ്ടത്തരമാണ് ഈ പാക് അധീന കശ്മീർ രൂപപ്പെടാൻ കാരണം എന്ന അമിത്ഷാ നടത്തിയ പരാമർശത്തെ തുടർന്നാണ് വലിയ ബഹളമുണ്ടായത്. തുടർന്ന് മിനിറ്റുകളോളം ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുകയും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്നാണ് ഈ ബില്ലുകൾ പാസാക്കിയത് അടക്കമുള്ള നടപടികൾ ഉണ്ടായത്. ഇത്തരത്തിൽ കാലങ്ങളായി നെഹ്റുവിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളിലും നെഹ്റുവിനെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെതിരായ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. അതേസമയം ഈ പാക് അധീന കശ്മീർ എന്ന പ്രദേശത്തിന് വേണ്ടി 24 സീറ്റുകൾ മാറ്റിവെക്കും എന്നാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനപ്പുറം പ്രതീകാത്മകമായി ഇന്ത്യയുടെ ഭാഗമാണ് ഈ പ്രദേശം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പാക് അധീന കശ്മീർ നെഹ്റുവിന്റെ ചരിത്രപരമായ മണ്ടത്തരമെന്ന് അമിത്ഷാ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തിനും റെഡിയായിരിക്കുന്ന മനുഷ്യനാണ് സംസ്ഥാനത്തെ ഗവർണർ. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ച് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘർഷം നമ്മുടെ നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ഗവർണറെ കൈമാറ്റേണ്ട നീക്കം അത് നല്ലതല്ല എന്ന് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം. അക്കാദമിക് സമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറണം.
സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ എന്തൊക്കെ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്? പ്രത്യേകിച്ചും ഇന്ന് SFI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. രാജ്ഭവനിൽ ഗവർണർക്ക് അകത്തേക്ക് കടക്കാൻ പ്രയാസമാകുന്ന വിധം അത്ര ശക്തമായ പ്രതിഷേധമാണ് കണ്ടത്. അതുകൊണ്ട് മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം എന്താണ്? വേണു, മുഖ്യമന്ത്രി ഇന്ന് നടത്തിയത് അതിരൂക്ഷ വിമർശനമായിരുന്നു. അത് കേന്ദ്രത്തിനും ഗവർണർക്കുമെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇരിങ്ങാലക്കുടയിലെ നവകേരള സദസ്സിൽ കണ്ടത്. കാരണം 3 ദിവസമായി തൃശൂർ ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം തുടരുകയാണ്. ഈ സദസ്സിലൊന്നും തന്നെ കൃത്യമായ അല്ലെങ്കിൽ ഈ കടന്നാക്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി പോയിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്ക് മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. അത് ഈ സെനറ്റ് നിയമനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് പോയത്. മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്രം പറയുന്നത് പ്രകാരം അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തിന്റെ ഗവർണർ മാറുകയാണ്. അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ചാൻസലർ പദവി എന്ന് പറയുന്നത് സംഘപരിവാർ നൽകിയതല്ല, മറിച്ച് കേരള നിയമസഭ അദ്ദേഹത്തിന് നൽകിയ അധികാരമാണ്. അതിൽ കൃത്യമായും കേരള നിയമസഭയ്ക്ക് അധികാരമുണ്ട്. ആ അധികാരമാണ് അദ്ദേഹം സംഘപരിവാറിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ സാധാരണ ഈ സെനറ്റ് നിയമനങ്ങളിൽ കൃത്യമായ ഒരു കീഴ്വഴക്കങ്ങളുണ്ട്. അത് യൂണിവേഴ്സിറ്റിയാണ് ഈ സെനറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് സംബന്ധിച്ച് പട്ടിക നൽകുക. ആ പട്ടിക പ്രകാരമുള്ള നിയമനമാണ് ഗവർണർ നടത്തേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഈ പട്ടിക എവിടെ നിന്ന് ലഭിച്ചു എന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ചോദിക്കുന്നത്. അതിന് പിന്നിൽ RSS ഇടപെടലുണ്ട്. അത് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ സമാന്തര അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്. അത് വിദ്യാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ സമാധാന അന്തരീക്ഷം ബോധപൂർവം തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വിമർശിച്ചത്. വേണു, ശരി. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഗവർണർക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സ്വരം കടുപ്പിച്ച് ഗവർണർ. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതെന്നും താനുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടു. പുനർനിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും AGയും 9 തവണ രാജ്ഭവനിലെത്തിയെന്നും ഗവർണർ വെളിപ്പെടുത്തി. അതിനിടെ ഗവർണറുടെ രാജി ആവശ്യപ്പെട്ട് SFI നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. കണ്ണൂർ സർവകലാശാല VC നിയമനത്തിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ ഗവർണർ പോര വീണ്ടും മുറുകുകയാണ്. VC നിയമനത്തിൽ മുഖ്യമന്ത്രി തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്നും പുനർനിയമനം ആവശ്യപ്പെട്ട AG ഉൾപ്പെടെ 9 തവണ രാജ്ഭവനിലെത്തിയെന്നുമാണ് ഗവർണറുടെ പുതിയ വെളിപ്പെടുത്തൽ. 9 times, including dates, I have got all the record. 9 times the OSD and legal consultant of the Chief Minister have visited Raj Bhavan. And I have admitted it so many times before you that I succumbed to the pressure because of the opinion of the Advocate General. മാധ്യമങ്ങളിലൂടെയല്ല മുഖ്യമന്ത്രി സംസാരിക്കേണ്ടതെന്നും നേരിട്ട് സംവദിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഗവർണർ വെല്ലുവിളിച്ചു. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഗവർണർ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച SFI നടത്തിയ രാജ്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ പ്രധാന കവാടത്തിലെത്തി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. റോഡ് ഉപരോധിച്ച PM മാർഷൽ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. 24 തിരുവനന്തപുരം. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഗവർണറെ നേരിടാൻ SFI അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടോ? അതിന്റെ ഭാഗമായാണോ ഇന്ന് രാജ്ഭവന് മുന്നിലും സംസ്ഥാന വ്യാപകമായും കണ്ട വിദ്യാർത്ഥി പ്രതിഷേധം? വേണു, സർക്കാരും ഗവർണറും തമ്മിൽ പരസ്പരം പോര് കടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ നേരത്തെ SFI ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോയിരുന്നില്ല. എന്നാൽ ഗവർണർക്കെതിരെ SFI പ്രത്യക്ഷ സമരത്തിലേക്കും പ്രതിഷേധത്തിലേക്കും പോയി എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 11:30 കൂടിയാണ് SFIയുടെ പ്രതിഷേധം ആരംഭിച്ചത്. ഈ രാജ്ഭവന് തൊട്ട് മുന്നിൽ തന്നെ SFIയുടെ പ്രതിഷേധം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും ഈ ബാരിക്കേഡുകളൊക്കെ തന്നെ മറികടന്ന രാജ്ഭവന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ വരെ SFI എത്തി. അവിടെ ഇരുന്ന
വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങളും SFI പ്രവർത്തകർ വിളിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് പുറത്തു പോകണമെന്നതാണ് പ്രധാനമായും SFIയുടെ ആവശ്യം. മാത്രമല്ല ചില ആരോപണങ്ങളും SFI ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. സർവകലാശാലകളിലെ സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത് സംഘപരിവാർ അനുകൂല വിദ്യാർത്ഥികളെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭാരവാഹികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയാണ് സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നത്. BJP അധ്യക്ഷൻ എഴുതി കൊടുക്കുന്ന ലിസ്റ്റാണ് ഗവർണർ ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളും SFI ഉന്നയിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത്. ഈ പ്രതിഷേധങ്ങൾക്കിടെ തന്നെയാണ് പുറത്തു പോയിരുന്ന ഗവർണർ തിരിച്ച രാജ്ഭവനിലേക്ക് എത്തിയത്. വളരെ പണിപ്പെട്ട പോലീസ് പിന്നീട് SFI പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗവർണർ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനുള്ള ഒരു പിന്തുണ കൂടിയാണ് SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഗവർണർ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നുള്ള സർക്കാരിന്റെയും മന്ത്രിമാരുൾപ്പെടെ ഉന്നയിച്ചിരുന്ന അതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർക്കെതിരെ SFI ഇന്ന് പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വേണോ? ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോളേജിൽ അതിഥിയായി വിളിച്ച ശേഷം പരിപാടി റദ്ദാക്കിയതിൽ പ്രതിഷേധമറിയിച്ച് സംവിധായകൻ ജിയോ ബേബി കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്കാണ് ജിയോ ബേബിയെ ക്ഷണിച്ചത്. എന്നാൽ ഉദ്ഘാടകന് പ്രയാസമുണ്ടാകാതിരിക്കാനാണ് പരിപാടി തൽക്കാലത്തേക്ക് മാറ്റിയത് എന്നാണ് കോളേജിന്റെ വിശദീകരണം. അതേസമയം ജിയോ ബേബിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് SFI രംഗത്തെത്തി. ഇന്നലെയാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ഫിലിം ക്ലബ്ബ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടി സംഘടിപ്പിച്ചത്. ഉദ്ഘാടകനായി നിശ്ചയിച്ച ശേഷം ഒഴിവാക്കിയ കാര്യം അവസാന നിമിഷമാണ് ജിയോ ബേബി അറിയുന്നത്. പരിപാടി റദ്ദാക്കിയ കാര്യം ഔദ്യോഗികമായി അറിയിക്കാതെ വന്നതോടെയാണ് പ്രതിഷേധവുമായി ജിയോ ബേബി രംഗത്തെത്തിയത്. അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത്. ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം. അത്രയും യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട്. അതേസമയം ജിയോ ബേബിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ കത്ത് പുറത്തുവന്നു. ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണെന്നും പരിപാടിയുമായി കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നില്ലെന്നുമാണ് കത്തിൽ പറയുന്നത്. സംഭവം വിവാദമായതോടെ ഫറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് കോർഡിനേറ്ററായ അധ്യാപകൻ സ്ഥാനമൊഴിഞ്ഞു. 24 കോഴിക്കോട്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില ബാലൻ, ഈ MSF എന്ത് ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ജിയോ ബേബി വന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമായിരുന്നു എന്ന് കോളേജ് അധികൃതരൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വേണു, ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് കോളേജിലെ MSF യൂണിയൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അവരുടെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരമൊരു പ്രതികരണം അവർ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. അതേസമയം തന്നെ കോളേജ് മാനേജ്മെന്റ് ഒരു വിശദീകരണം നൽകുന്നുണ്ട്. കോളേജ് മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം എന്നത് ജിയോ ബേബിയെ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ അത് കോളേജ് യൂണിയൻ അതിനോട് സഹകരിക്കില്ല, പ്രതിഷേധം സംഘടിപ്പിക്കും. അത്തരമൊരു പ്രതിഷേധമുണ്ടായാൽ അത് ഈ അതിഥിക്ക് ഒരു പ്രയാസമുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ഈ പരിപാടി തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത് എന്ന ഒരു വിശദീകരണമാണ് കോളേജ് മാനേജ്മെന്റ് നൽകുന്നത്. അതേസമയം നേരത്തെ വേണം ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ ഒരു മറുപടി കോളേജ് യൂണിയന്റെ ഭാഗത്തുനിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. കോളേജ് യൂണിയൻ പറയുന്നത് ഈ ഒരു ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരാണ്, അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി മാറ്റിവെച്ചത് എന്നാണ് പറയുന്നത്. ജിയോ ബേബി ചോദിക്കുന്ന ഒരു ചോദ്യം എന്നത് എന്താണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ എതിരെ എന്ത് പരാമർശമാണ് താൻ നടത്തിയത്, അക്കാര്യം കോളേജ് യൂണിയൻ വ്യക്തമാക്കണം. എന്നാൽ ഇക്കാര്യം വ്യക്തമാക്കാൻ ഇതുവരെ കോളേജ് യൂണിയൻ തയ്യാറായില്ല. മാത്രമല്ല ഇതിനെതിരെ ഈ ജിയോ ബേബിയുടെ പ്രതിഷേധം ഫേസ്ബുക്കിൽ പോസ്റ്റിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. ജിയോ ബേബിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാർട്ടികളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല കോളേജിലെ SFI യൂണിയൻ ഇതിനകം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. കോളേജ് യൂണിയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോളേജ് മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എടുത്തത് എന്നാണ് അവർ പറയുന്നത്. വേണു, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ജിയോ ബേബിയെ അവിടുത്തെ ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് വിലക്കിയിരിക്കുന്നു. പക്ഷേ MSF ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ പേരിൽ നടത്തിയ നിയമന തട്ടിപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരവിന്ദ് വെട്ടിക്കലിന് സസ്പെൻഷൻ. ദേശീയ സെക്രട്ടറി പുഷ്പലതയുടേതാണ് നടപടി. തട്ടിപ്പ് കേസിൽ അരവിന്ദ് വെട്ടിക്കലിനെ കോടതി റിമാൻഡ് ചെയ്തു. തട്ടിപ്പിനിരയായ പത്തനംതിട്ട സ്വദേശിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും.
അരവിന്ദ് വെട്ടിക്കലിനെതിരെ അടിയന്തര നടപടി വേണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. അരവിന്ദിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നേതൃത്വം ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ അരവിന്ദിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തെളിവെടുപ്പിന്റെ ഭാഗമായി പോലീസ് നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. ആലപ്പുഴ ചിങ്ങോലി സ്വദേശിനിക്ക് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കാനാണ് പ്രതി വ്യാജ നിയമന ഉത്തരവ് നിർമ്മിച്ചു നൽകിയത്. സെഷൻ ഓഫീസറുടെ വ്യാജ ഒപ്പും ഉത്തരവിൽ ഉപയോഗിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ പരാതിയിലെടുത്ത കേസിൽ വ്യാജരേഖ ചമയ്ക്കലും വഞ്ചനാ കുറ്റവുമാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തട്ടിപ്പിനിരയായ സ്ത്രീയുടെ മൊഴി പോലീസ് നാളെ രേഖപ്പെടുത്തും. പ്രതി സമാനമായ രീതിയിൽ ബെപ്കോയിലും തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ടിലും അന്വേഷണം തുടങ്ങി. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കും. 24 തിരുവനന്തപുരം. AV ജയശങ്കർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, ഈ ബെവ്കോയിലെ തട്ടിപ്പ്, ആരോഗ്യവകുപ്പിലെ തട്ടിപ്പ്, അതിനപ്പുറത്തേക്ക് കൂടുതൽ ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങളുണ്ടോ? മാത്രവുമല്ല, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് കരുതുന്നുണ്ടോ പോലീസ്? വേണു, ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ കണ്ടോൺമെന്റ് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇയാൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീയെ ഇതുമായി ബന്ധപ്പെട്ട് വ്യാജ ഉത്തരവ് നൽകി പറ്റിച്ചിട്ടുണ്ട്. അപ്പം ബെപ്കോവുമായി ബന്ധപ്പെട്ടും ഇയാൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. മറ്റേതെങ്കിലും തരത്തിൽ ഇതുപോലെയുള്ള സമാനമായ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടോൺമെന്റ് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണോ ഈ തട്ടിപ്പുകളെല്ലാം ചെയ്തത്, അതോ മറ്റ് യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെ വേറെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. ഇയാളുടെ 2 മൊബൈൽ ഫോണുകൾ നിലവിൽ പോലീസിന്റെ കയ്യിലാണ്. ഈ ഫോണും ഒപ്പം അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്നാണ് പോലീസിന്റെ നിലവിലെ കണക്കുകൂട്ടൽ. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം കണ്ടോൺമെന്റ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. വേണു, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സ് നടക്കുന്ന മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അങ്കമാലി, ആലുവ, പറവൂർ മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് വ്യാഴാഴ്ചയും എറണാകുളം, വൈപ്പിൻ, കൊച്ചി, കളമശ്ശേരി മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ചയുമാണ് അവധി. ഗതാഗത തിരക്ക് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് അവധി നൽകുന്നത്. ഈ മണ്ഡലങ്ങളിലെ സ്കൂളുകൾക്ക് മറ്റൊരു ദിവസം പ്രവൃത്തി ദിവസമായിരിക്കും. ദുരന്ത നിവാരണത്തിനും സ്വയം പ്രതിരോധത്തിനും വനിതകളെ സജ്ജമാക്കാനൊരുങ്ങി 24 കണക്ട്. ഓരോ ജില്ലയിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് അവസരം. 24ന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി. സ്വയം പ്രതിരോധത്തിനും ദുരന്ത നിവാരണത്തിനുമായി വനിതകളെ സജ്ജമാക്കുകയാണ് 24 കണക്ട്. സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകി കരുത്തുറ്റവരാക്കി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക കൂടിയാണ് ലക്ഷ്യം. ഇതിനായി എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി 24ന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം ഉറപ്പാക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ 8 വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കും. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ആശംസകൾ നേരും. എല്ലാ ജില്ലകളിലും സ്ത്രീ ശാക്തീകരണ സന്ദേശം നൽകാൻ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ എല്ലാ ജില്ലകളിലും വനിതകൾക്കായി പരിശീലനം ആരംഭിക്കും. ആയോധന കലയിലും ദുരന്ത നിവാരണത്തിലും ശ്രദ്ധേയരായ വ്യക്തികളാണ് വനിതകൾക്ക് പരിശീലനം നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായാണ് പരിശീലനം. ഓരോ ജില്ലയിലും ഓൺലൈനായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്കാണ് അവസരം. പരിശീലനത്തിനെത്തുന്നവരുടെ സൗകര്യാർത്ഥം ഓരോ ജില്ലയിലും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കും. ഓൺലൈൻ രജിസ്ട്രേഷനായി QR കോഡ് സ്കാൻ ചെയ്യുക. സംശയങ്ങൾക്ക് 81 11 99 16 02 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 24 കൊച്ചി. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ലോങ് ലൈഫ്. കാലങ്ങളോളം നിൽക്കും.
ഇതോടെ ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.